റെണോങ്ങിൽ പോവാണ്. റെണോങ്ങിൽ അവിടെ കുറച്ച് സാധനങ്ങൾ മെറ്റീരിയൽസ് നോക്കാറുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ജല്ലുബായിക്ക് ഒരാഗ്രഹം നമ്മുടെ വണ്ടിയുടെ പിന്നിലിരുന്നിട്ട് ഓപ്പണായിട്ട് ഇങ്ങനെ നമ്മുടെ വില്ലേജും ഈ കുന്നും മലകളും പ്രകൃതിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് റെണോങ്ങിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വാ, നമുക്ക് വണ്ടിയുടെ പിന്നിലിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ചൂടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ റെണോങ്ങിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അത്രയും സമയം കുറച്ച് വെയിലൊക്കെ കൊള്ളേണ്ടി വരും. ഞങ്ങളിവിടെ വന്നത് ഒരു ഹട്ട്, മരത്തിൻ്റെ ഒരു ഹട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ ഒരു ഹട്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്ര മരം വേണ്ടി വരും, അതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതൊക്കെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ഈ റെണോങ്ങിൽ ഏറ്റവും വലിയ സോ മില്ല്, അതായത് മരമില്ല്, ടിമ്പർ മില്ല് എന്നൊക്കെ പറയില്ലേ, അതാണിത്. ഇവിടെ എല്ലാ വിധത്തിലുള്ള മരങ്ങളും കിട്ടും നമുക്ക്. അതും ഏത് സൈസിലൊക്കെയാണോ വേണ്ടത് അതേപോലെ അവർ കട്ട് ചെയ്തിട്ട് തരും. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ലേക്കിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് വന്നത്. എത്ര മരം വേണ്ടി വരും, എത്ര രൂപ, എത്ര ബാത്ത് ചിലവാക്കേണ്ടി വരും ഒരു ഹട്ടിന് എന്നുള്ള ഒരു കാൽക്കുലേഷൻ വേണം. അതിനു വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ കയറി വന്നപ്പോൾ ഒരു പ്രത്യേക ലോകം, ഒരുപാട് വലിയ ഒരു മില്ലാണിത്. ഇവിടെ ഒരുപാട് മ്യാൻമാറുകാർ ജോലി ചെയ്യുന്നുണ്ട്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് ഈ കട്ടിങ്ങും പിന്നെ എല്ലാം അവർ തന്നെ ചെയ്യുന്നത്. പോളിഷൊക്കെ ചെയ്തിട്ടാണ് തരുന്നത് മരം നമുക്ക്. ഈ ഭാഗത്തൊക്കെ കുറേ ലേഡീസ് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ ഉണ്ടാക്കുന്നത് തേനീച്ചയുടെ കൂട് ഉണ്ടാക്കാൻ വേണ്ടി 2 സ്ത്രീകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ മ്യാൻമാറുകാർ അവർക്ക് താമസിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വില്ലേജ് പോലെ. ഈ മില്ലിൻ്റെ ഓണർ തന്നെ ഉണ്ടാക്കി കൊടുത്താണ് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. ഏക്കർ കണക്കിനുണ്ട് ഈ മില്ല് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഈ മില്ലിൻ്റെ ഓണർ. nồng món con thầm chu toàn miếu luôn, thầm chu toàn miếu luôn. บนแล้วก็ฝา แปร แล้วก็พื้นไม้แปรรวมหมดแล้ว นี่รวมหมดแล้วนี่กิดหมดแล้วผมกล้า ഇവിടെ കണ്ടോ ഈ മ്യാൻമാർകാരി സ്ത്രീ ഇവിടെ തേനീച്ച കൂടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മില്ലിൻ്റെ മുൻവശത്തായിട്ട് ഇതേപോലെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ പുഴയിലൂടെയാണ് ഇവർ പല പ്രൊവൻസിൽ നിന്നും വലിയ വലിയ മരങ്ങൾ ചങ്ങാടം എന്താണ് അതിന് പറയുക, ഇവിടേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു വലിയ ഒരു മില്ല്. കണ്ടൽ കാടുകൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. തണുത്ത കാറ്റും വരുന്നുണ്ട്. നല്ലൊരു പ്രകൃതി, എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. എന്തായാലും നമുക്ക് എസ്റ്റിമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇന്ന് നമുക്ക് ഞാനും ജലീൽ ഭായി ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താണെന്ന് കുക്ക് ചെയ്യാമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിങ്ക് ചെയ്ത് വന്നപ്പോൾ നെയ്ച്ചോറും കോഴിക്കറിയും കോഴി പൊരിച്ചതും. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ ജലീൽ ഭായിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് കോഴി ഉണ്ടാക്കാം. ഓക്കെ, വാ. നമ്മളിപ്പോൾ ഈ കോഴിക്കറി ഉണ്ടാക്കാൻ എങ്ങനെയാണ് ജലീൽ ഭായ്? ആദ്യം കോഴി പീസ് അതിലേക്ക് ഇടുന്നു അല്ലേ, ചിക്കൻ്റെ പീസുകൾ? ഇതിൻ്റെ മുമ്പ് അതിൻ്റെ വെള്ളങ്ങൾ വാരണം. ഓക്കെ, വെള്ളമൊക്കെ വാർന്ന് ഈ തൊലി ഉണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് നമ്മൾ നാട്ടിലല്ലേ എല്ലാം പെട്ടെന്ന്. അതിലിപ്പോൾ നമുക്ക് ഇവിടെ തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്. ഉള്ളി വലുതായിട്ട് കട്ട് ചെയ്തത് അല്ലേ, ഒരു ഉള്ളി 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തത്. വത്തക്കയുണ്ട്. വത്തക്ക അതിനകത്തേക്ക് ഇടുമോ? ഇയാളെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് കറിയിലേക്ക് ഇട്ടുകളി, അങ്ങനെ ഒരു പ്രശ്നം. അത് നമുക്ക് ഇത് തന്നാണ് അവർ. ഇതുണ്ട് ഇവിടെ ഇഞ്ചി, പച്ചമുളക്, വാട്ടർ മെലൺ. അത് അയാൾ കഴിക്കുന്നതാണ്, കഴിക്കാൻ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് എന്നാണ് കഴിച്ചോളാൻ പറഞ്ഞത്. ചിക്കന് ഇതെല്ലാം. ഇത് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാം അല്ലേ? ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ കൈയൊക്കെ വൃത്തിയാണ്, ഇതിലൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവം, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്. ബാച്ചിലർ ചിക്കൻ അല്ലേ?
അല്ലല്ല രസമാണ്. പക്ഷേ അതായത് സ്റ്റൗവിൻ്റെ അടുത്ത് അധികം പണിയെടുക്കണ്ട. എല്ലാം കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് തക്കാളി, ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ പച്ചമുളക്, ഇഞ്ചി. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ കണ്ടപ്പോൾ രണ്ടെണ്ണം എടുത്തു. കറിവേപ്പില. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി അല്ലേ? ഓക്കെ. മറ്റേ മസാല നമുക്ക് പിന്നെ ഇടാം. ഇച്ചിരി ഉപ്പ്. വെളിച്ചെണ്ണ ഇട്ടാണെങ്കിൽ നന്നായിരുന്നു. എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. നമ്മുടെ കോഴിയൊക്കെ ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ട്, മസാലയല്ല, മസാല ഇനി പിന്നെ ഇടുമല്ലേ? മസാല പിന്നെ ഇടും. കോഴി ചെറിയ ഉള്ളി, തക്കാളി, ചെറിയുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചു. പിന്നെ ഇവിടെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള കോഴി, മഞ്ഞളും മുളകും പിന്നെ ഉപ്പും കുറച്ച് ലെമണും, അത്ര തന്നെ, വേറൊന്നുമില്ല. സിമ്പിൾ മസാല. കോഴി നമ്മളിപ്പോൾ അടുപ്പിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അത് അവിടുന്ന് ചെറിയ തീയിൽ അതിങ്ങനെ കിടന്ന് വേവണം. അതിന് നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ചു, കടുകിട്ട്, ഉലുവട്ട്, മഞ്ഞളിട്ട്, മുളകിട്ട് ഇതിനെ വറുത്ത് വരുമ്പോൾ അതിൻ്റെ ഖുഷ്ബു, സ്മെല്ല് എല്ലാം പോയി, പുറത്ത് പോയി. പിന്നെ ഇത് ഓരോന്നോട്ട് പിന്നെ ഇങ്ങനെ ഇളക്കി പിന്നെ കടുകിട്ട് പോയി. നേരെ മറിച്ച് നമ്മൾ ഇത് സാധനങ്ങൾ ലാസ്റ്റ് ഇടുകയാണെങ്കിൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ ലാസ്റ്റ് ഇടുകയാണെങ്കിൽ, ലാസ്റ്റ് ഇട്ട് പക്ഷെ അടപ്പ് നല്ല സ്ട്രോങ് ആണ്, എയർ പുറത്താവണം. ലാസ്റ്റ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട്, പക്ഷെ തിന്നാനും സമയമാണ്. 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാൽ ഈ എല്ലാം ഇങ്ങോട്ട് മീറ്റിലേക്ക് പിടിച്ചു. പക്ഷെ അത് ഇന്ന് ഉണ്ടാക്കിയ സാധനം ഇന്ന് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നാളെ കഴിക്കുമ്പോൾ അത് അടുത്ത് മേലെയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. അതാണ് അതിന് നമുക്ക് ഗ്യാസിൻ്റെ അടുത്ത് ജോലിയില്ല. ഗ്യാസിൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഗ്യാസിൽ ഒക്കെ ടിക്ക് ഫിനിഷ്. മറ്റേത് നമ്മൾ ഓരോന്നിട്ടിട്ട് ഇങ്ങനെ അളക്കി ഉള്ളി. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ? അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കാലാവസ്ഥ ഹോട്ടുണ്ട് ഇപ്പോൾ. ദിസ് മന്ത് മീൻസ് നല്ല ചൂടുണ്ട്. ഒരു 3 ദിവസം ചൂട്. ഇന്ന് ചൂടില്ല. ഇന്ന് ചൂട് കുറവാണല്ലേ? നമ്മൾ അങ്ങനെ പറയാം. കാലാവസ്ഥൻ്റെ പാലക്കാടുണ്ടല്ലോ നമ്മൾ സൂര്യാഘാതം. അത് ഇന്നലെ ഏറ്റു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഏറ്റു സൂര്യാഘാതം. ശരിക്കും ഏറ്റു. ഓക്കെ. കണ്ടോ ഈ തക്കളിയൊക്കെ വാടി നല്ലൊരു കാര്യമാണ് വരുന്നുണ്ടല്ലേ? കണ്ടോ വെള്ളം വരണോ? കണ്ടോ ഇതുണ്ടോ വെള്ളം വരണോട്? ഈ മൊത്തത്തിൽ അതിൻ്റെ ഒരു വാസന വരുന്നുണ്ട് നല്ലല്ലേ? അതിലൊക്കെ ഇനി പണി എത്ര ഉണ്ട്? വരുമ്പോൾ വേറെ വാസന വേറെ വരും. കുറച്ച് കഴിയുമ്പോൾ ഇത്ര ഒന്നും ഉണ്ടാവില്ലേ കഷ്ണേ? ആകെ എല്ലാം ചുങ്ങിപ്പോയി. എല്ലാം ഉണ്ടാവില്ല. വെള്ളം വാർന്ന് പോകുമ്പോൾ തക്കാളി ഒന്നും ഉണ്ടാവില്ല, ഉള്ളി ഉണ്ടാവില്ല, ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഉണ്ടാവും. ഓക്കെ. ഒരു 15 മിനിറ്റിൻ്റെ വേവാണ്. 15 മിനിറ്റ് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തിളച്ച വെള്ളം വെളിയിലോട്ട് വരും. ഇതിലേക്ക് കുറച്ച് ഇതിനെന്താ പറയുക, ഗ്രാമ്പു, പട്ട, ഏലക്ക, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പത്രി ജാതി പത്രി അല്ലേ? അത് കൂടെ ഇട്ടെടുക്കാം. എന്താ മോനെ നല്ല വാസന, നല്ലൊരു വാസന വരുന്നുണ്ടല്ലേ? 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇന്നൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവം വേറെ കയറാം. ഒറിജിനൽ മലയാളിയാവും. എന്ത് സ്വഭാവത്തിൽ വരിക? മലയാളി. ഇപ്പോൾ കണ്ട മലയാളിയല്ലോ. എന്തായാലും ആ വരുന്ന വാസനയാണ് എനിക്ക്. ഇത് മലയാളി. ഇപ്പോൾ മലയാളിയല്ല, ഇനി ഒരു നെക്സ്റ്റ് മലയാളിയാവും. ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി മല്ലിപ്പൊടിയല്ലേ എന്നിട്ട് ചൂടാക്കണം. 3 ടീസ്പൂണുള്ളൂ. അതൊന്നും പറയണ്ട. അതിന് പാടല്ലോ. കാവലില്ലേ? അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില അങ്ങ് ചെല്ലുന്നുണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേക വാസനയല്ലേ കറിവേപ്പില ചൂടാകുമ്പോൾ. വറുത്ത് എല്ലാവരും മറ്റേ എണ്ണയിലല്ലേ വറുക്കുമ്പോൾ മുളക് പൊടി ഇടണ്ടേ? ഇനി മുളകായിട്ടില്ല, മല്ലിയ പരിപൂർണ്ണമായിട്ടില്ല. മല്ലിയ 80% ആകുമ്പോൾ റെഡിയായി. നിങ്ങൾ എത്ര വർഷമായി ഇങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? പണ്ട് മുതലേ ചെയ്യുന്നു? 30 വർഷമായിട്ട്. 30 വർഷം? ചെറിയ എക്സ്പീരിയൻസ് അല്ലല്ലോ. നമ്മൾ അതിൽ കറിയുണ്ട്. ഇത് മതി മുളക്. ഇതില്ലേ മുളക്? മതി. കാരണം നല്ല ചൂടല്ലോ, അധികം എരിവാണ്.
മഞ്ഞൾ കുറച്ച് മഞ്ഞപ്പൊടി ഈ വറുത്ത് ഇത് പൊടി മസാല അതിലേക്ക് ചേർക്കും അല്ലേ? ഓക്കെ. സ്കൂളാണ് സ്കൂൾ വെല്ലടിക്കും പോലെ സ്കൂൾ വെല്ലടിക്കില്ലേ അതുപോലെ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഓടി വരും കഴിക്കാൻ. പിന്നെ അതിൻ്റെ കളർ മാറും. ആ കളർ കുറച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടോ? ഓ മണം മാറിയില്ല. ഓ മണം മാറില്ല. മഞ്ഞ കളറൊക്കെ പോയിട്ട് ഇപ്പം തന്നെ കഴിക്കണം. നെയ്ച്ചോറും കൂടെ ആവട്ടെ. കളർ മാറിയോ അല്ലേ? അത് നേരത്തെ നമ്മൾ കണ്ട കളർ എന്തായിരുന്നു? ഇതെന്തായിരുന്നു? ഇപ്പം നമ്മൾ ഗ്യാസുമാകെ 10 മിനിറ്റ് നിൽക്കുള്ളൂ. മറ്റേതാണെങ്കിൽ നമ്മൾ ഉരുപെട്ട് കടുകിട്ട് മുളകിട്ട് ഇങ്ങനെ തുടങ്ങും. ഞാൻ ടേസ്റ്റാണ്. ശരിക്കും നാടൻ വെളിച്ചെണ്ണ ഫൈനലി വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ ഇതും കഴിക്കാം. ഓക്കെ. മതി. ആകെ 1 കിലോത്തിൽ താഴെ ഉള്ളൂ. മതില്ലേ? ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ പാത്രത്തിൻ്റെ കുറവ് കാരണം നമ്മൾ ഇതിൽ നോക്കാം. ഓക്കെ. നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു 2 കറാകുമ്പോൾ അതിലിടാം. വെള്ളമാണ് അതിനകത്തുള്ള വെള്ളം. ഉള്ളി സവാള അല്ലേ? മണം വന്നു. ആ പശുവിൻ്റെ അല്ലേ? നമ്മുടെ കോഴി പൊരിച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ പിന്നെ കോഴി പൊരിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ? ആഹാ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നെയ്ച്ചോറും കോഴി മസാലയും പിന്നെ കോഴി പൊരിച്ചതും പിന്നെ കുറച്ച് കച്ചമ്പറുണ്ട് പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഭംഗിക്കൊരു മുട്ടയുണ്ട്, പുഴുങ്ങിയ മുട്ട. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് ടേബിളിൽ. ഇനിയിപ്പോൾ ഇത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് ഇന്ന് നേരത്തെ തന്നെ കിടന്നുറങ്ങണം. കാരണം നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു യാത്ര ചെയ്യാനുണ്ട്, ഞാനും ജല്ലുബായും കൂടെ. നമ്മളിന്ന് പോകുന്നത് ഹത്യായി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിൽ പത്തലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് വിശേഷങ്ങൾ. നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ രണോങ് ബസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഹത്യായിലേക്ക് പോകുന്ന ബസ്സാണിത്. ഏകദേശം 7 മണിക്കൂർ സമയമെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്താലേ നമ്മൾ പത്തലൂങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുള്ളൂ. അവിടെ ഇപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. നമ്മുടെ പഴയ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നാന എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട് അവിടെ, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ജല്ലുവായി കുറേ നേരം കിടന്നുറങ്ങി. അതിനുശേഷം ഇതാ വീണ്ടും എഴുന്നേറ്റ് ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ നീണ്ട 7 മണിക്കൂറത്തെ ബസ്സിൽ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി. ഇപ്പോൾ ഉള്ളത് പത്തലോങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഹത്യായിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാന വരും. നാന വന്നിട്ട് നാനയുടെ കൂടെ നമുക്ക് നാനയുടെ വീട്ടിലേക്ക് പോവാം. ഇതാണ് പത്തലൂങ് ബസ് സ്റ്റേഷൻ. അധികം വലിയൊരു ബസ് സ്റ്റേഷൻ ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല വൃത്തിയുള്ളൊരു ബസ് സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുത്തെ ഈ ബസ് സ്റ്റേഷനിൽ ലോക്കൽ ബസ്സുകളൊന്നും വരികയും പോവുകയും ചെയ്യുന്നില്ല. ടൂറിസ്റ്റ് ബസ്സുകൾ മാത്രം, ലോങ് റൂട്ട് ബസ്സുകളാണ് ഇവിടെ വരുന്നത് അധികവും. പിന്നെ കുറച്ച് മിനി വാനുകളും കാണാനുണ്ട്. ഇതിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെ. നാനയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങളവിടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് എന്നിട്ട് ഡിന്നറിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഈവനിങ് മാർക്കറ്റിൽ വന്നു. ഇവിടെ നാനയുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പരിചയപ്പെടുത്തി തരുമായിരുന്നു ഞങ്ങൾക്ക്. ഈ മാർക്കറ്റിൽ നല്ല തിരക്കാണ് കേട്ടോ, നടക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ഇവിടെ ഇഷ്ടം പോലെ നല്ല വെറൈറ്റി ഫുഡുകളുണ്ട്.
ഇവിടെ ഒരു വാനിൽ ടീയും കോഫിയും മാത്രം, കോഫി വാനിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാമിലി ബീഫിൻ്റെ സൂപ്പ് അതേപോലെ വേറെ ചില ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഞാനും വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. താങ്ക് യു. ഇവിടെ ഉണക്കമീനും ഉണക്ക ചെമ്മീനും പിന്നെ പച്ച മാങ്ങയും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം. ഇത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ജെല്ലുവായി 2-3 ഐറ്റം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. 1, 2, 3 എന്നൊക്കെ പറയുന്നു. ഇവിടെ എല്ലാവിധ പാറ്റകളെയും വറുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വാങ്ങി കഴിച്ചാൽ മതി. ไม่ผสมแป้งไม่ผสมน้ำตาลเลยก็คือเป็นเนื้อมะม่วง100%แล้วก็เราใส่เกลือไปนิดนึงทำเองที่บ้านสวนเองไม่ผสมแป้งไม่ผสมน้ำตาลเลย അവള് നാനായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ชา100%เลยอะค่ะ ഫുഡിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരാൾ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അദ്ദേഹം പാടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ തിലാപ്പിയയില്ലേ, തിലാപ്പിയയും പിന്നെ മുഷിയും അത് ഉപ്പ് പുരട്ടിയിട്ട് അങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു പെൺകുട്ടി ചിക്കനും മറ്റെന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവരുടെയൊക്കെ പെരുമാറ്റമാണ് നമ്മളെ വല്ലാതെ ആകർഷിക്കുക. ഞങ്ങൾ ഇതേപോലെയുള്ള ഒരു കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇത് കണ്ടോ, ഡ്രസ് ഐറ്റംസ് 9 ബാത്ത്, 2 ബാത്തിനൊക്കെ 9 ബാത്തിനുണ്ട്. അധിക ഐറ്റംസ് 9 ബാത്ത്. ഇതുണ്ട്. ഇത് ആഴ്ചയിൽ ഒരു ദിവസമേ ഈ ചന്ത ഉണ്ടാവുള്ളൂ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ വാങ്ങി വന്ന് എല്ലാം ടേബിളിൽ നാന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് കഴിച്ചാൽ മതി. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ സൂപ്പൊക്കെ ബീഫിൻ്റെ സൂപ്പാണ്. ഇത് ഞാൻ മുമ്പും കഴിച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്. അതേപോലെ ചിക്കൻ്റെ 2-3 ഐറ്റംസ് ഉണ്ട്. ഹണി ചിക്കൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ചിക്കൻ്റെ ബോൺ, അങ്ങനെ തന്നെ വലിയൊരു ചിക്കനെ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. പിന്നെ എന്തൊക്കെയോ ജെല്ലുപായി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കഴിക്കട്ടെ. ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ല, എന്താ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല ഈ സമയത്ത് ഇപ്പോൾ വൈകുന്നേരമായി, 5 മണി കഴിഞ്ഞു. ഇപ്പോൾ ചൂടൊന്നുമില്ല. എന്തായാലും നാനയുടെ വീടും വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.